നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ മികച്ച നേട്ടമാണ് പോയ വാരമുണ്ടായത്. നിഫ്റ്റി 11,000-ന് മുകളിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ശ്രദ്ധേയമായി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും നേട്ടമുണ്ടാക്കി, ചില സെക്ടറുകളിലും വലിയ ലാഭമുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. മാർക്കറ്റ് വാച്ചിൽ പതുപോലെ ഹെഡ് സെക്യൂരിറ്റീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പോയ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 11,000-ന് മുകളിലേക്ക് നിഫ്റ്റി എത്തി. നിഫ്റ്റിയുടെ ക്ലോസിംഗ് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിക്ഷേപകർക്കും അതിന് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെ വിലയിരുത്താം കഴിഞ്ഞ വാരത്തെ? ഈ വീക്ക് മാർക്കറ്റ് ഒരു വൺ സൈഡ് റാലി തന്നെയായിരുന്നു. ത്രൂ ഔട്ട് ദ വീക്ക് ആ റാലി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. ഒരു പോയിന്റിലും 10,800 എന്ന് പറയുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോലുമില്ല. അപ്പോൾ 11,000 മുകളിലേക്ക് വൺ സൈഡ് റാലി തന്നെയായിരുന്നു. എന്നാൽ വളരെ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആയിരുന്നു. ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ മാത്രമാണ് അത് റിഫ്ലക്റ്റ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് 100 ബില്യൺ കാറ്റഗറിയിൽ വരുന്ന രണ്ടാമത്തെ കമ്പനിയായി മാറി TCSന് ശേഷം. അതുപോലെ HDFC ബാങ്ക്, സെലക്റ്റീവായുള്ള ഫാർമ സെക്ടർ സ്റ്റോക്കുകളിൽ, അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ, ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അങ്ങനെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, PSU ബാങ്കിങ് സ്റ്റോക്കുകൾ, അങ്ങനെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണ് കൂടുതലായിട്ടും ഈ റൈഡ് കണ്ടത്. നിഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലാണ് പ്രധാനമായിട്ട് ഈ റൈഡ് കണ്ടത്. അതേ സമയത്ത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലൊന്നും ഈ റൈഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും കോർപ്പറേറ്റ് ഗവേണൻസും വാല്യുവേഷൻ ഇഷ്യൂ അതുപോലെ ഉള്ള ഇഷ്യൂസ് ഇപ്പോഴും, അത് ലിക്വിഡിറ്റി ഇഷ്യൂസൊക്കെ തന്നെ ഇപ്പോഴും ആ മിഡ് ക്യാപ് സ്റ്റോക്കുകളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിലേക്കായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഫോക്കസ് കൂടുതലായിട്ട് പോകുന്നത്. ഒരു ഷിഫ്റ്റ് ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മാറി, ക്വാളിറ്റി സ്റ്റോക്കിലേക്ക് ഒരു ഷിഫ്റ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇത് തന്നെയാണ് വരാൻ സാധ്യത കൂടുതൽ. നിഫ്റ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈഡായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവായിരുന്നു. ചെറിയ രീതിയിലാണെങ്കിലും FISൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു. എന്തായാലും നിഫ്റ്റി 11,000 മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോഴും ഈ എല്ലാ സ്റ്റോക്കുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. TCS വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അത് IT സെക്ടറിനെല്ലാം തന്നെ ഒരു എൻകറേജിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ വന്ന റിസൾട്ടുകളെല്ലാം മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചു എന്നുള്ളതൊരു പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോയത് ഫാർമ സെക്ടറിനെ സംബന്ധിച്ചും IT സെക്ടറിനെ സംബന്ധിച്ചും പോസിറ്റീവായിരുന്നു. എന്തായാലും ഈ വീക്ക് കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരു ബുൾ റൈഡിൽ തന്നെയായിരുന്നു. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ട്രേഡ് വാർ റിലേറ്റഡ്, US ചൈന ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ മാർക്കറ്റിൽ അത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റിനെല്ലാം ഔട്ട് പെർഫോം ചെയ്യാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റിയിൽ മാത്രമാണ് ഈ റൈഡ് ഉണ്ടായിട്ടത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കിലും ഈ റൈഡ് സംഭവിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി 11,000 മുകളിലേക്ക് മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയുടെ അടുത്തേക്ക് മാർക്കറ്റ് അഗൈൻ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴും സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് അല്ലത്. ഇതൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റ് എന്ന് പറയുന്ന മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ നിന്നും എല്ലാ സ്റ്റോക്കുകളും ഇനി റൈഡ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ക്വാളിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസും വാല്യുവേഷൻ ഫെയറായി നല്ല ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ മാത്രമേ ഇനി റൈഡ് സംഭവിക്കുകയുള്ളൂ. അതല്ലാത്ത സാഹചര്യത്തിൽ ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ HDFC, റിലയൻസ്, L&T പോലെയുള്ള, അതല്ലെങ്കിൽ TCS, ഇൻഫോസിസ് പോലെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്കായിരിക്കാം കൂടുതലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് വരാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സും ഓരോ കൃത്യമായിട്ടുള്ള സ്റ്റഡി ഓരോ മാർക്കറ്റ് റൈഡിലും ആവശ്യമാണ്. കാരണം ലാസ്റ്റ് 3 മന്ത്സുള്ള ഒരു മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കില്ല വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏത് സ്റ്റോക്കിൽ ഏത് സെക്ടറിലാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ്, ആ സെക്ടറിലേക്കും ബെറ്റർ കോർപ്പറേറ്റ് ഗവേണൻസും ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ക്വാളിറ്റി മാനേജ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ കൂടി എങ്ങനെ കാണാൻ കഴിയും? പ്രത്യേകിച്ചും വിപണി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, പുതിയ മുന്നേറ്റത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പല വിലയിരുത്തലുകളും വിപണി വിദഗ്ധർ നൽകുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ നെക്സ്റ്റ് വീക്കിനെ കാണുന്നത്? നെക്സ്റ്റ് വീക്ക് അഭിലാഷ് ഒരു റിസൾട്ട് സീസൺ ആണല്ലോ. അപ്പോൾ ആ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ് ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിലും അതുപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ട്രേഡ് വാർ, ഗ്ലോബൽ മാർക്കറ്റ് മൂവ്മെൻറ്റ്, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്വാഭാവികമായിട്ടും റിസൾട്ട് സീസൺ ആയതുകൊണ്ട് കോർപ്പറേറ്റ് ഏർണിങ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ നെക്സ്റ്റ് വീക്ക് മേജറായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അശോക് ലൈലാൻഡിനെ സംബന്ധിച്ച് ഓട്ടോമൊബൈൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഒരു സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓവർ എക്കണോമിയുടെ ഒരു ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര, ബജാജ് ഫൈനാൻസ്, ബജാജ് ഓട്ടോ,
വിപ്രോ, HDFC ബാങ്ക്, ഹാവൽസ് പോലെയുള്ള മേജർ റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യാനിരിക്കുന്നത്, അൾട്രാടെക്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ ആയിരിക്കാം. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായി ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി, അതുപോലെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ രീതിയിൽ കോർപ്പറേറ്റ് ഏർണിങ്സ് തന്നെയാണ്. മേജറായിട്ടുള്ള റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ടുകൾ വളരെ ക്ലോസ് ആയിട്ട് പഠിക്കുകയും അതൊരു ഇൻഡിക്കേറ്റർ തന്നെയായിരിക്കാം മാർക്കറ്റിൻ്റെ ഫർദർ മൂവിന്. ഒരു ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള സാധ്യത വിലയിരുത്തിക്കൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് വളരെ ക്ലോസ് ആയിട്ട് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ന്യൂസുകൾ, ട്രേഡ് വാർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, റുപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ എന്തായാലും ഒരു കറക്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. അതുതന്നെയാണ് ഒരു റീസൺ. റുപ്പി എന്തായാലും ഒരു വീക്കനിങ് സ്റ്റേജിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് രണ്ട് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുപോലെ തന്നെയാണ് മേജറായി വരാനിരിക്കുന്ന റിസൾട്ടുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഈ റിസൾട്ട് തന്നെയായിരിക്കാം മാർക്കറ്റിനെ റൈഡ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം. മൊമെൻറ്റം വളരെ പോസിറ്റീവായി തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ വളരെ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ് ആണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് വളരെ മൈന്യൂട്ട് പോയിന്റിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭൂനിൽ നമുക്കിനി ടെക്നിക്കൽ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ? വരുന്ന ആഴ്ച ഏത് തരത്തിൽ വിപണി പോകുമെന്നാണ് ചാർട്ട് പറയുന്നത്? ടെക്നിക്കലി മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെ ആയിരിക്കാം. റിസൾട്ട് തന്നെ ആയിരിക്കാം മാർക്കറ്റിൻ്റെ ഫർദർ റൈഡ് തീരുമാനിക്കുന്നത്. 11,200 ആണ് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ്. 10,930 ബ്രേക്ക് ചെയ്തു, അതിന് മുകളിൽ സ്റ്റെബിലൈസ് ചെയ്തു. അതൊക്കെ വളരെ പോസിറ്റീവ്. വൺ സൈഡ് റാലി തന്നെയായിരുന്നു ലാസ്റ്റ് വീക്ക് സംഭവിച്ച്. 10,800 ആണ് നെക്സ്റ്റ് വീക്ക്. അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 10,800 ആണ്. ഈവൻ ലാസ്റ്റ് വീക്ക് പോലും 10,807 വന്നതിന് ശേഷം ആണ്, മൺഡേ ആ ലോ വന്നതിന് ശേഷമാണ് കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്തു പോയത്. അപ്പോൾ വീണ്ടും 10,800 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ തന്നെയാണ്. അതിൽ 11,200 എന്ന് പറയുന്ന ലെവൽ ഒരു മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് മൂവ്മെൻറ്റും വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയും വോളറ്റിലിറ്റി വളരെ കൂടാനുള്ള സാധ്യതയും വളരെ കൂടും. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്കറിയാം 350 പോയിൻറ്റ്സ് റൈഡാണ്. ഓരോ വീക്കും 250 to 300 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻസ് മാർക്കറ്റിൽ സംഭവിക്കാറുണ്ട്. ലാസ്റ്റ് ഒരു 3 to 4 വീക്സിൻ്റെ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്താൽ ഓരോ വീക്കിലും ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. എന്നാൽ ഈ വീക്ക് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു വൺ സൈഡ് റാലി തന്നെയായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ സെലക്റ്റീവായിട്ടുള്ള ബൈയിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇതൊക്കെ അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ കറക്ഷൻ, ഇതൊക്കെ തന്നെ അനുകൂലമായ ചില ഘടകങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത്, ഓട്ടോമൊബൈൽ സെയിൽസ്, ഇതൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ട്രിഗർ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അത് വരും ദിവസങ്ങളിലും ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓവറോൾ മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത്. എങ്കിൽ പോലും വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്രത്തോളം ഹാപ്പി ആകുന്നൊരു ന്യൂസല്ല. കാരണം പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റിയും സെൻസെക്സും മൂവ് ചെയ്യുമ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കൊക്കെ തന്നെ ഇപ്പോഴും കറക്ഷൻ മോഡിലാണ്. ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് പോകുക എന്നുള്ളതാണ്. റിട്ടേൺ കുറവാണെങ്കിലും മൾട്ടിഫോൾഡ് റിട്ടേൺ ആയിരിക്കില്ലെങ്കിലും ഒരു സ്റ്റഡി ഗ്രോത്ത് ഇങ്ങനെയുള്ള കമ്പനികളുണ്ടാകും. അങ്ങനെ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലേക്ക് പോകുമ്പോൾ കൂടുതലായി മാർക്കറ്റിൽ ആക്റ്റീവ് ആവുകയും ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് ക്യാപിറ്റലൈസ് സാധിക്കുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ലഭിക്കും. ട്രേഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നല്ലൊരു റൈഡ് സംഭവിക്കുകയാണ്, എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി എന്നൊരു സ്ട്രാറ്റജി വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ സെല്ലിംഗ്, ഇപ്പോൾ നമ്മളൊരു 500 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ 200 എന്നുള്ള രീതിയിൽ ഒരു സെല്ലിംഗ് റേഷ്യോ, അതുപോലെ തന്നെ ബൈയിങ് ആണെങ്കിലും 40-40-20 എന്നുള്ളൊരു ഞാൻ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ആ രീതിയിലൊരു ഡിസിഷൻ എടുക്കുന്നത് തന്നെയായിരിക്കും. എന്തായാലും വൺ സൈഡ് റൈഡ് മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. മാർക്കറ്റിൽ കറക്ഷൻ ടൈം ടു ടൈം സംഭവിക്കും. ഇനിയും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം 11,172 നിന്നും മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 10,000 ബിലോ പോയതാണ് മാർക്കറ്റ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. കാരണം വൺ സൈഡ് മാർക്കറ്റ് റൈഡ് വരുമ്പോൾ ഇനി കറക്ഷൻ സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും മാർക്കറ്റിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല ഇപ്പോൾ. അത് വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോഴും
എല്ലാ സ്റ്റോക്കുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇപ്പോഴും ഫെയർ വാല്യൂവിലെ എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോവുക, അതും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ, അതായിരിക്കും അഡ്വൈസബിൾ. നെക്സ്റ്റ് വീക്ക് എന്തായാലും ടെക്നിക്കൽ മൂവ്മെൻറ്റ് 10,800 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവലും 11,200 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് സാധ്യത. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ ഇനി പ്രേക്ഷകരുടെ ചില കത്തുകൾ കൂടി പരിഗണിക്കുകയാണ്. സാധാരണ നിക്ഷേപത്തിന് അനുയോജ്യമായ മികച്ച സ്റ്റോക്കുകൾ, ഒപ്പം തന്നെ തങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്കുകളിൽ ഏത് സ്ട്രാറ്റജി സ്വീകരിക്കണം, ഇത് ഹോൾഡ് ചെയ്യണമോ അതോ വിറ്റുമാറണമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ എല്ലാ ആഴ്ചയും നമുക്ക് ലഭിക്കാറുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ക്വസ്റ്റ്യൻ കൂടി മാർക്കറ്റ് വാച്ചിൽ എടുക്കുകയാണ്. ശ്രീ തോമസ് ചാക്കോയുടെ മെയിലാണ് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത്. അപ്പോളോ ടയേഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ITCN, LIC ഹൗസിംഗ് ഫിനാൻസ്, ഈ സ്റ്റോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. ഇതിൽ ടാറ്റ മോട്ടോഴ്സിൽ അദ്ദേഹം നഷ്ടമാണ്. ഏത് സ്ട്രാറ്റജി സ്റ്റോക്കുകളെല്ലാം എടുക്കണം, ഇത് ഹോൾഡ് ചെയ്യേണ്ടതുണ്ടോ അതോ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ, ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ശ്രീ തോമസ് ചാക്കോ ചോദിക്കുന്നു. ഇതിൽ ഈ പോർട്ട്ഫോളിയോ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ നമ്മളൊരു സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ റൈഡിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റോക്കുകളാണ്. നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റോക്കിലും ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലാണ് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടത്. ഇതിൽ അപ്പോളോ ടയേഴ്സ് എടുക്കുകയാണെങ്കിൽ അപ്പോളോ ടയേഴ്സ് ഇയർലി ഹൈ എന്ന് പറയുന്നത് 307 ആണ്. അപ്പോൾ ഇപ്പോഴും ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ്. അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ച് ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസ് ഗ്രോത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒരു വളരെയധികം ഡിമാൻഡുള്ളൊരു സെക്ടറാണ്. അതുപോലെ റേഡിയൽ ടയേഴ്സിൻ്റെ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ റേഡിയൽ ടയേഴ്സിൽ ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ ഹൈ ആണ്. അതിൽ അവരുടെ ചെന്നൈ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നു, 10,000 നിന്ന് 12,000 കൂട്ടുന്നു. അതിൽ പുതിയ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ കാർ ടയേഴ്സിൻ്റെ, റേഡിയൽ ടയേഴ്സിൻ്റെ പുതിയ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ വരുന്നു. ഇതൊക്കെ തന്നെ അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അപ്പോളോ ടയേഴ്സ് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 240 ആണ്. 240 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. കാരണം ഈ ഓട്ടോമൊബൈൽ സെക്ടർ ഒരു വളരെ പോസിറ്റീവായുള്ള സെക്ടറും ഒരു പരിധിവരെ ഇവരൊരു മാർക്കറ്റ് ലീഡേഴ്സാണ്. അതുപോലെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ റേഡിയൽ ടയറിൽ ഇവർ മാസ്റ്റേഴ്സ് തന്നെയാണ്. അത് കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോളോ ടയേഴ്സ് ലാസ്റ്റ് ഒരു 1-2 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വലിയ ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും അടുത്തൊരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഈ സ്റ്റോക്ക് ഒരു കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇയർലി ലോയുടെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് പലപ്പോഴും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് റിസ്ക് മാക്സിമം 10 to 15% ഡൗൺ സൈഡ് റിസ്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്നുള്ളൂ. ഈ വർഷത്തെ ഹൈ ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 100 rupeesൻ്റെ വേരിയേഷൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ 240 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ടാണ്. വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ച്. അതിൽ 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് തന്നിരിക്കുന്ന ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് അപ്പോളോ ടയേഴ്സും മറ്റ് ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സാണ്. രണ്ടും, ഒന്ന് ടയർ മാനുഫാക്ചറിങ്, മറ്റത് ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു ലീഡർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലാസ്റ്റ് 1 ഇയർ ഹൈ എന്ന് പറയുന്നത് 468 ആണ്. ഓൾമോസ്റ്റ് 45-50% ഡ്രോപ്പ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. ഇപ്പോഴും കറക്ഷൻ മോഡിലാണ്. അത് ഒട്ടനവധി റീസൺസ് ഉണ്ട്. ഒന്ന് ജാഗോർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് ഡ്രോപ്പ്, ബ്രെക്സിറ്റ് പോലെയുള്ള ഇഷ്യൂസ്, ഡൊമസ്റ്റിക് ഡിമാൻഡ് കുറവായിരുന്നു. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവരുടെ കാറിന് ഇന്ത്യയിൽ ഡിമാൻഡ് കുറവായിരുന്നു. എന്നാൽ റീസെൻ്റായിട്ട് വന്ന 2-3 മോഡൽസ്, ജാഗോർ ലാൻഡ് റോവറിൻ്റെ ടെക്നോളജി, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫ്യൂച്ചർ സ്റ്റോക്ക് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ്. ഓൾറെഡി ഇതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾ ടൈം ലോയുടെ അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതൊരു അട്രാക്ഷനാണ്. ഈ റൈഡിൽ പോലും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതിൻ്റേതായ റീസൺസ് ഉണ്ട്. പക്ഷേ ഫ്യൂച്ചർ സേഫാണ്, വാല്യുവേഷൻ ഫെയർ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ബെറ്റ് തന്നെയാണ്. അതിൽ അപ്പോളോ ടയേഴ്സും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. അതൊരു മേജർ സപ്പോർട്ട് ലെവലാണ്. അതിലുപരി കറണ്ട് വാല്യുവേഷൻ പോലും ഫെയർ ആണ്. ഈവൻ 260-270 എന്ന് പറയുന്ന ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. നമ്മൾക്ക് ഒരു 50% ഡ്രോപ്പിൽ സ്റ്റോക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ഇയറിനുള്ളിൽ 1 ഇയറിൽ വലിയൊരു റൈഡ് സംഭവിച്ച മാർക്കറ്റിലാണ് ഈ സ്റ്റോക്ക് ഒരു 50% കറക്ഷൻ. അതിൻ്റേതായ റീസൺസ് ഉണ്ട്. ഇപ്പോഴത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. നമുക്കറിയാം വിസിബിളാണ് ഇതിൻ്റെ ഗ്രോത്ത്. കാരണം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന മോഡൽ, അതിൻ്റെ ബുക്കിംഗ്, അത് തന്നെയാണ് ആ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. 240 and 320 രണ്ട് റെസിസ്റ്റൻസ് ആണ്.
ദെൻ ഇൻഡസിൻ ബാങ്ക് ആണ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ക്രെഡിറ്റ് ഗ്രോത്ത്, കോർപ്പറേറ്റ് ബിസിനസ്സിലും റീറ്റെയിൽ ബിസിനസ്സിലും കൂടുതലായിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് മേക്കിംഗ്, ഓരോ ക്വാർട്ടർ ടു ക്വാർട്ടർ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, വളരെ നല്ല ഗ്രൂപ്പ്, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ല റിട്ടേൺ കൊടുത്ത ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. അപ്പോൾ ഈ ഗ്രോത്ത് വീണ്ടും റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൺസിഡർ ചെയ്യുമ്പോൾ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്. പക്ഷേ നമ്മളൊരു 5 to 10 year ടൈം ഫ്രെയിമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് ആ രീതിയിൽ തന്നെ ഒരു ബെറ്റർ തന്നെയാണ്. പക്ഷേ വാല്യുവേഷൻ ഹൈ ആണ്. കറക്ഷൻ സംഭവിച്ചാൽ ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കാം, വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാരണം വാല്യുവേഷൻ ഹൈ ആണെന്ന് പറയുന്നത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഹയർ ലെവലിൽ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ റീസൺ. 1850 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ, 2500 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിൻ്റെ ഫ്യൂച്ചർ സേഫ് ആണ്. അതുപോലെ വാല്യുവേഷൻ അത്രത്തോളം ഫെയർ അല്ല. അതുകൊണ്ട് തന്നെ ഓരോ കറക്ഷനും വാല്യുവേഷൻ ഫെയർ അല്ലാത്തതിൻ്റെ റീസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ അധികമായിട്ട് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു. ഇവരുടെ ഗ്രോത്ത് തന്നെയാണ് വാല്യുവേഷൻ ഫെയർ അല്ല എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡസിൻ ബാങ്ക് ബൈ ചെയ്യുമ്പോൾ അടുത്തൊരു ഒരു 5 year ടൈം ഫ്രെയിമോട് കൂടി ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ. കാരണം ഓൾറെഡി ഇതുവരെയുള്ള പ്രോഫിറ്റബിലിറ്റിയും ഫ്യൂച്ചർ 1-2 വർഷത്തെ പോലും ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ITC ആണ്. ITCയെ സംബന്ധിച്ച് സെയിം സ്റ്റോക്കാണ്. റീസെൻ്റായിട്ട് നമുക്കറിയാം ലാസ്റ്റ് 1 year ആയിട്ട് ഈ സ്റ്റോക്കിൽ യാതൊരു റൈഡും സംഭവിച്ചില്ല. ഇൻവെസ്റ്റേഴ്സിന് യാതൊരു റിട്ടേൺ കൊടുത്തില്ല. 367 നിന്നും 68 നിന്നും ഈ സ്റ്റോക്ക് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അത് കുറച്ച് ഇഷ്യൂസ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. ദെൻ ആ ഒരു ലെവൽ തന്നെ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 270, 260 ലെവലിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണ്. എഗൈൻ 260 എന്ന് പറയുന്നത് ഒരു ബേസ് ഫോർമേഷൻ ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഡൗൺ സൈഡ് റിസ്ക് ITCയെ സംബന്ധിച്ച് വളരെ കുറവാണ്. അത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും ITCയെ സംബന്ധിച്ചും ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ബെറ്റർ മൺസൂൺ, അതുപോലെ ഇന്ത്യയുടെ വലിയൊരു ഇന്ത്യ കൺസ്യൂം സ്റ്റേറ്റ് ആണ്, ഒരു കൺസ്യൂമർ സ്റ്റോക്കാണ്. അത് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഫെയർ വാല്യൂയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ITC. അത് 260 and 295 മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഒരു മേജർ എന്ന് പറയാൻ സാധിക്കില്ല. 295 എന്ന് പറയുന്ന മാർക്കിൽ റൈഡ് സംഭവിച്ച് അത് ബ്രേക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇയർലി ലോയുടെ അടുത്താണ് ഇപ്പോഴും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസും 763 വരെ ഹൈ പോയ സ്റ്റോക്ക് വീണ്ടും ഒരു കറക്ഷൻ മോഡിലാണ്. ഈ സ്റ്റോക്കിലും ഒരു 455 ലെവലിൽ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഈവൻ കറണ്ട് ലെവലിൽ പോലും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്കിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇയർലി ലോയുടെ അടുത്താണ് ഞാൻ ഈ പറഞ്ഞൊരു സപ്പോർട്ട്. ഇപ്പോഴും 500 ബിലോ ആണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈവൻ കറണ്ട് ലെവൽ പോലും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ LIC ഹൗസിംഗ് ഫിനാൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ, റൂറൽ കൺസംഷൻ, അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ് ഒക്കെ ഒരു പരിധി വരെ ഈ ഒരു സെക്ടർ, ഈ ഹൗസിംഗ് സെക്ടർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സെക്ടർ ആയതുകൊണ്ട് തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ, കാരണം ഈ സ്റ്റോക്ക് 765 നിന്നും 500 ബിലോ കറക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതാണ് വാല്യുവേഷൻ തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ LIC ഹൗസിംഗ് ഫിനാൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 455 ആണ്. പക്ഷേ 500 ബിലോ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. 550 ഒരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അത് എനിക്കൊന്ന് ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഈ റെസിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അപ്പോളോ ടയേഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസിൻ ബാങ്ക്, അതുപോലെ ITC, LIC ഹൗസിംഗ് ഫിനാൻസ് വളരെ നല്ലൊരു സെലക്ഷനാണ്. ഇതിൽ ഇൻഡസിൻ ബാങ്ക് ഒഴിച്ച് ബാക്കി സ്റ്റോക്കുകളിലൊക്കെ തന്നെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തൊരു വാല്യുവേഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിൽ ഇനി കമ്മോഡിറ്റീസിലേക്ക് പോകാം. പ്രത്യേകിച്ചും ക്രൂഡ് ആൻഡ് ഗോൾഡ്, ഈ രണ്ട് കമ്മോഡിറ്റിയും അടുത്ത ആഴ്ച ഏത് തരത്തിൽ നീങ്ങാനാണ് സാധ്യത? ശ്രീ ഭുവനേന്ദ്രൻ. ക്രൂഡ് ഓയിൽ പ്രൈസ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയായിരുന്നു. പ്രധാനമായിട്ട് US ഇൻവെൻട്രി ബെറ്ററായി, അതുപോലെ ഓഫ് ഷോർ സ്ട്രൈക്ക് പോലെയുള്ള ചില റീസൺസ് കൊണ്ടാണ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു റൈഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നില്ല. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നത്, അത് ബോണ്ട് ഈൽഡ്, US ബോണ്ട് ട്രഷറി ഈൽഡ് കൂടുന്നതൊക്കെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. കഴിഞ്ഞ 6 months ആയിട്ട് ഗോൾഡ് പ്രൈസിലൊരു റൈഡ് സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ട്രഷറി ഈൽഡ് കൂടുന്നതും ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഒരു പ്രധാന റീസൺ. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. മേജറായിട്ടുള്ളൊരു കറക്ഷനോ അതല്ലെങ്കിൽ വലിയൊരു റൈഡിനുള്ള പോസിബിലിറ്റി ഗോൾഡിൽ നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിലും സെയിം തിങ് തന്നെയാണ്. ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം.
വളരെ നന്ദി ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഒരു മികച്ച സ്റ്റോക്കും ഒപ്പം തന്നെ ഒരു മികച്ച മ്യൂച്വൽ ഫണ്ടുമാണ് ഓരോ വരവും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്ക്. ബിഗിനേഴ്സ് ഗൈഡിലേക്ക്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഒരു ന്യൂ ഫണ്ട് ഓഫറാണ്. IDFC ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് സീരീസ് 6 എന്നാണ് ഫണ്ടിൻ്റെ പേര്. ഈ ഫണ്ട് ഒരു മൾട്ടി ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ട് പ്രധാനമായും നിക്ഷേപം നടത്തുക ഇന്ത്യൻ കൺസംഷൻ സ്റ്റോറിയിൽ മെച്ചമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന കമ്പനികളിലായിരിക്കും. അറ്റ്ലീസ്റ്റ് 75% കൺസംഷൻ ഓറിയൻറ്റഡ് കമ്പനികളിലാണ് നിക്ഷേപം. നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗും എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റുമുള്ള കമ്പനികളിലായിരിക്കും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുകൂടാതെ തുടർച്ചയായി എബോവ് ആവറേജ് റിട്ടേൺ ഓൺ ഈക്വിറ്റി കൊടുത്തിട്ടുള്ള ലോ ഫിനാൻഷ്യൽ ലിവറേജ് ഉള്ള സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇന്ത്യയുടെ കൺസംഷൻ സ്റ്റോറി നാൾക്കുനാൾ ഗ്രോ ചെയ്യുന്ന അവസരത്തിൽ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഫണ്ടായിരിക്കും ഇത്. 3 ഇയർ ടെന്യൂറുള്ള ക്ലോസ്ഡ് ഫണ്ടാണ് ഇത്. NFO ഓപ്പൺ ചെയ്യുന്നത് ജൂലൈ 9 ക്ലോസ് ചെയ്യുന്നത് ജൂലൈ 23 മിനിമം അപ്ലിക്കേഷൻ എമൗണ്ട് 5000 രൂപയാണ്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് മുംബൈ ബേസ്ഡ് ന്യൂ ജനറേഷൻ ബാങ്കായ ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. 1994 തുടങ്ങിയ ഈ ബാങ്ക് കമേഴ്ഷ്യൽ, ട്രാൻസാക്ഷണൽ ആൻഡ് ഇലക്ട്രോണിക് ബാങ്കിംഗ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ബാങ്കിൻ്റെ ലോൺ ബുക്ക് 29% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അതിൽ കോർപ്പറേറ്റ് ലോൺ 30%, റീറ്റെയിൽ ലോൺ ബുക്ക് 28% ഗ്രോ ചെയ്തിരിക്കുന്നത്. വെഹിക്കിൾ ഫിനാൻസ് ആണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ മെയിൻ ഗ്രോത്ത് ഡ്രൈവർ. വളരെ നല്ല പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആൻഡ് കസ്റ്റമർ സർവീസാണ് കമ്പനിയുടെ സ്ട്രെങ്ത്. ഇതുകൂടാതെ വരും വർഷങ്ങളിൽ റൂറൽ ഏരിയയിൽ മൈക്രോ ഫിനാൻസിന് പ്രാധാന്യം നൽകാനാണ് ബാങ്കിൻ്റെ തീരുമാനം. ഇത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിന് തുറന്നിടുന്നത്. മറ്റു ലീഡിംഗ് ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് ബ്രാഞ്ചസ് മാത്രമേ ഈ ബാങ്കിനുള്ളൂ. അതുപോലെ ഈ സെഗ്മെൻറ്റിൽ കരുത്തുറ്റ മറ്റു പ്ലേയേഴ്സ് ഉള്ളതും ഇവർക്ക് ഭീഷണിയാണ്. എന്നിരുന്നാലും ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നെറ്റ് പ്രോഫിറ്റിൽ 24% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ വെഹിക്കിൾ ഫിനാൻസിങ്ങിലും പേഴ്സണൽ ലോൺസിലും ലോൺ അഗൈൻസ്റ്റ് ഷെയർസിലും കൂടുതൽ വളർച്ച ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് കറന്റ് മാർക്കറ്റ് പ്രൈസ് 1926, ഫിനാൻഷ്യൽ ഇയർ 2019 ടാർഗറ്റ് 2092. മാർക്കറ്റ് വാച്ചിന് ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asiannews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.